ശബരിമലയിൽ ഹെൽത്ത് സ്ക്വാഡ് പരിശോധനയിൽ നിന്നും വ്യാജ ഹെൽത്ത് കാർഡുകൾ കണ്ടെത്തി. റാഹിയിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജ ഹെൽത്ത് കാർഡുകൾ ലഭിച്ച കച്ചവടക്കാരെ കണ്ടെത്തിയത്. ശബരിമല പാതയിൽ ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധന തുടരുകയാണ്. പമ്പ, നിലയ്ക്കൽ, കാനനപാത എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലെ ജീവനക്കാർക്കാണ് തട്ടിപ്പ് സംഘം വ്യാജ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തതായി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഇന്ന് നടത്തിയ പരിശോധനയിലും വ്യാജ ഹെൽത്ത് കാർഡുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. വ്യാപകമായിട്ട് ഹെൽത്ത് വ്യാജ കാർഡുകൾ ഈ ഭാഗങ്ങളിൽ കച്ചവടക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇന്ന് നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടന പാതകളിൽ കച്ചവടം നടത്തുന്ന ഹോട്ടലുകളിലെ ജീവനക്കാർക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ജീവനക്കാരെ ഡോക്ടർമാർ പരിശോധിച്ച് അസുഖങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ഹെൽത്ത് കാർഡ് നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ ശബരിമല പാതയിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്, ഒപ്പം തന്നെ തീർത്ഥാടകർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയതിലൂടെ ഉദ്ദേശിക്കുന്നത്. ജീവനക്കാർ ടൈഫോയിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്നും ഈ ഹെൽത്ത് കാർഡ് നൽകുന്നതിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഈ നിർദ്ദേശങ്ങളെല്ലാം ഈ ഡോക്ടർമാരെത്തി ഈ കച്ചവടക്കാരെ പരിശോധിച്ച് കൃത്യമായി സർട്ടിഫിക്കറ്റ് നൽകണം, ടൈഫോയിഡ് വാക്സിൻ എടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വ്യാജ ഹെൽത്ത് കാർഡ് റാക്കറ്റ് സംഘം ഈ മേഖലയിൽ ശബരിമല പാതയിൽ പ്രവർത്തിക്കുന്നത്. ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന പരിശോധനകളോ വാക്സിനോ ആവശ്യമില്ലാതെ തന്നെ ഈ റാക്കറ്റ് സംഘം ഹോട്ടൽ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഈ ഹെൽത്ത് കാർഡ് നൽകുകയാണ്, വ്യാജ ഹെൽത്ത് കാർഡ് നൽകുകയാണ്. കഴിഞ്ഞ ദിവസവും ഹെൽത്ത് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ വിവിധ ഭാഗങ്ങളിൽ, നിലയ്ക്കലും പമ്പയിലും അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാജ ഹെൽത്ത് കാർഡുകൾ കണ്ടെത്തിയിരുന്നു. കച്ചവടക്കാർക്ക് ഈ കാർഡുകൾ ലഭ്യമായതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ചില സ്വകാര്യ ലാബുകാരാണ് പമ്പയിലും നിലയ്ക്കലും വ്യാജ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുള്ളതെന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഘത്തെ, ഒരു സ്വകാര്യ ലാബിന്റെ സംഘത്തെയും ഹെൽത്ത് സ്ക്വാഡ് കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നും പരിശോധനകൾ ശക്തമാക്കിയത്. ഇന്ന് ലാഹയിൽ നിന്നാണ് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ഹെൽത്ത് കാർഡുകൾ കണ്ടെത്തിയിരിക്കുന്നത്, ഹെൽത്ത് കാർഡുകൾ ലഭിച്ചിരിക്കുന്ന കച്ചവടക്കാരെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കച്ചവടക്കാർക്ക് ഒരു വിഭാഗം ആളുകൾക്കും ഇത് വ്യാജ ഹെൽത്ത് കാർഡുകളാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യാജമായി ഈ സംഘം, തട്ടിപ്പ് സംഘം വന്ന് ഹെൽത്ത് കാർഡുകൾ ലഭ്യമാക്കുകയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരമില്ലായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഈ ഭാഗങ്ങൾ ശേഖരിച്ച് കാനനപാതയിലും പമ്പയിലും നിലയ്ക്കലും കച്ചവടക്കാർക്ക് ഇത്തരത്തിലുള്ള വ്യാജ ഹെൽത്ത് കാർഡുകൾ ലഭിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ കച്ചവടക്കാർ അവരുടെ താല്പര്യപ്രകാരം ഈ പരിശോധനകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും രോഗങ്ങൾ ഉള്ള കച്ചവടക്കാരെ മാറ്റി നിർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടും ഈ തട്ടിപ്പ് സംഘത്തെ നേരിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വ്യാജ ഹെൽത്ത് കാർഡുകൾ ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ തുടരും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ലാബുകൾ, സ്വകാര്യ ലാബുകൾ ഇത്തരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നത് എന്നതും കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും ഇപ്പോൾ തുടരുന്നുണ്ട്. കെ പി മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.